2.5 മണിക്കൂർ റെയിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു എന്നും പറയുന്നു. IOCയുടെ ഗ്യാസ് ലൈനിലൂടെ ഗ്യാസ് പെട്രോളിയം കടത്തിവിടുന്നത് നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ വലിയൊരു രക്ഷാപ്രവർത്തനമാണ്. അതിന്റെ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. 2.5 മണിക്കൂർ കൊച്ചിയിലേക്കുള്ള റെയിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. ഈ പെട്രോളിയം ലൈനിലൂടെയുള്ള പെട്രോൾ കടത്തിവിടുന്നത് പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉള്ള രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായും സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടുമുള്ള റെയിൽ ഗതാഗതത്തെ ഇന്ന് അതെല്ലാം സാരമായി ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. 2.5 മണിക്കൂറാണ് കൊച്ചിയിലേക്കുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. അത് സ്വാഭാവികമായിട്ടും മറ്റ് റെയിൽ ഗതാഗതത്തെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെയാണെങ്കിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ സൗത്ത് പാലത്തിന് സമീപമുണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 2:30 ഉണ്ടായ തീപിടുത്തമാണ്. 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതനുസരിച്ചെങ്കിൽ 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിരുന്നു. 80-ലധികം ഉദ്യോഗസ്ഥർ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. ഇത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. പോലീസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽപാളം കടന്നു പോകുന്നത് ഇതിന് സമീപത്തൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് 2 മണിക്കൂറോളം ഈ ട്രെയിൻ ഗതാഗതം അത് ബ്ലോക്ക് ചെയ്തു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ 12 ഗ്യാസ് സിലിണ്ടറുകൾ ഈ ആക്രി ഗോഡൌണിൽ ഉണ്ടായിരുന്നു. ഇത് ഒഴിഞ്ഞ സിലിണ്ടറുകൾ ആണെങ്കിൽ കൂടിയും അതിനുള്ളിൽ ചെറിയ തോതിൽ ഈ ഗ്യാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാപന ഉടമയുടെ മാതാവ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു ഈ തീപിടുത്തം ഉണ്ടായ സമയത്തെന്ന്. അങ്ങനെയെങ്കിൽ അത് ഈ ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും ഒരുപക്ഷെ. ഇപ്പോൾ അപകടാവസ്ഥ ഇല്ല, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സൗത്ത് പാലത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരനിരയായി ഇപ്പോഴും കിടക്കുന്നത് കാണാം ദൃശ്യങ്ങളിൽ. അങ്ങനെ 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല. ഷോർട്ട് സർക്യൂട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ തീപിടുത്തത്തിന് എന്നുള്ളത് ഇനി അറിയേണ്ടതാണ്. ഫയർഫോഴ്സ് ഉൾപ്പെടെ അക്കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത വരുത്തും. ഏതായാലും വലിയ തീപിടുത്തമാണ് കൊച്ചിയിൽ ഉണ്ടായത്, സൗത്ത് പാലത്തിന് സമീപം ഉണ്ടായത്. 2:30 ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ രക്ഷാദൗത്യം നടക്കുന്നതിനിടയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണ് അവിടെ മഴ കൂടി പെയ്തത്. അത് ഫയർഫോഴ്സിന് സഹായകമായിട്ടുണ്ട്. ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഒരു മേഖലയിൽ ചെറുതായി വീണ്ടും തീ പടർന്നിരുന്നു. അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. അതപ്പോൾ ഫയർഫോഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ JCB കൂടി അവിടേക്ക് എത്തിച്ച് ഈ ചെറുതായി പുകയുരുന്ന മേഖലകളുണ്ട്, ആ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അതുകൂടി പൂർണ്ണമായി കെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. ഒട്ടേറെ പ്ലാസ്റ്റിക് വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ ഉടമ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അടിയിൽ ഇപ്പോഴും പുക ഉണ്ടായിരിക്കും, ചെറിയ തോതിൽ തീ ഉണ്ടായിരിക്കും. അതുൾപ്പെടെ പൂർണ്ണമായി കെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 80-ലേറെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ 2 അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അവരെ ഉൾപ്പെടെ അവിടെ നിന്ന് സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ കഴിഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായി ആ രക്ഷാപ്രവർത്തനം അവിടെ സാധ്യമായി എന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് JCB അവിടേക്ക് എത്തിച്ച് അവിടെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ദൃശ്യങ്ങളാണ്. ചെറുതായി പുക ഉയരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും തീയുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഫയർഫോഴ്സ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത്. JCB ഉപയോഗിച്ച് ആ അവശിഷ്ടങ്ങൾ മാറ്റിയതിന് ശേഷം അടിയിൽ പുകയുണ്ടെങ്കിൽ, തീയുണ്ടെങ്കിൽ അത് കൂടിക്കെടുത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂറിലേറെ സമയമെടുത്ത് വലിയ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്ന്. സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാംകുമാർ, ഇപ്പോൾ JCB കൂടി എത്തിച്ചിട്ടുണ്ടല്ലേ? ഉന്മേഷം, നേരത്തെ നമ്മളോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അതിന്റെ ഒരു വശം പൊളിക്കുന്നതിനായിട്ട് JCB അല്പസമയത്തിനകം എത്തിക്കുമെന്നുള്ളത്. JCB ഇവിടെ
ആ JCB ഉപയോഗിച്ച ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ടാണ് അവിടെ തീ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ JCB ഉപയോഗിച്ച് ആ ഷീറ്റിട്ട കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിക്കുകയാണ്. അവിടെ അത് പൊളിച്ചുകൊണ്ട് മാത്രമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്ത് കയറാനും തീ നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ JCB ഉപയോഗിച്ച് അത് പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ വെള്ളം അതേസമയം തന്നെ JCB ഉപയോഗിച്ച് ഷീറ്റ് ഉപയോഗിച്ച് ഒരു വശം പൊളിക്കുന്നതിനൊപ്പം തന്നെ അവിടെ വെള്ളം അടിച്ചുകൊണ്ട് പുക ശമിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് രണ്ടും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് പുകയും തീയും നിയന്ത്രിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഈ വശത്തുകൂടി ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഉൾപ്പെടെ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും അത് പൊളിച്ചു നീക്കിയ ശേഷം അവിടെ കയറി അത് പൂർണ്ണമായും പരിശോധിച്ചു. അവിടെ തീ ഇപ്പോഴും ചില ഭാഗങ്ങളിൽ കത്തുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ തീ അവശേഷിച്ചിരിക്കുന്ന ഏക ഭാഗം. ആ ഭാഗത്താണ് JCB കൊണ്ടുവന്ന് ഷീറ്റുകൾ പൊളിച്ചു നീക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. കനത്ത മഴയിലാണ് ആ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു മാത്രമാണ് മഴ പെയ്യുന്നത്. അകത്ത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ലോഡ് കണക്കിന് കൂട്ടിവെച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് JCB ഉപയോഗിച്ച് ആ വശം പൊളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഭാഗത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരത്തെ കരുതിയതുപോലെ തന്നെ തീ ഉണ്ട്. അത് തീ അവിടെ കെട്ടിട്ടില്ല എന്നുള്ളത് അവരുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ച് ആ ഒരു വശം പൂർണ്ണമായും പൊളിച്ച ശേഷം ഉദ്യോഗസ്ഥർ വളരെ സാഹസികമായി തന്നെയാണ് ആ തീയും പുകയും വിഷപ്പുകയും നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ വെള്ളം അടിച്ചുകൊണ്ട് ആ പുകയും തീയും ശമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ മറുഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ സാധിക്കുകയുമുള്ളൂ. ഏതായാലും വലിയൊരു രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഫയർഫോഴ്സ് സംഘം എന്ന് പറയാം. അപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം ആയി എന്ന് പറയാനായിട്ടില്ല. 90% നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ കെട്ടിടത്തിന്റെ മറ്റൊരു വശത്ത് തീ ഉണ്ടായിരുന്നു. അത് ഉറപ്പിച്ചത് അവിടെ ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ JCB ഉപയോഗിച്ച് മനുഷ്യനെ എത്തിച്ചേരാൻ സാധിക്കാത്ത ആ ഭാഗത്ത് JCB ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കനത്ത വിഷപ്പുക അവിടെ ഉയരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ മഴ പെയ്തപ്പോൾ മറ്റു ഭാഗങ്ങളിലെ പുക നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അവിടെ വീണ്ടും ആ പുക ഉയരുന്നുണ്ട്. അത് ആ കെട്ടിടത്തിന്റെ അകത്ത് നിന്നാണ് ആ പുക വരുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെയാണ് ആ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം തീപിടുത്തം ഉണ്ടായ ഭാഗത്തിന്റെ ചേർന്ന ഭാഗം കൂടിയാണത്. അവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ച ഷീറ്റ് പൊളിക്കുമ്പോൾ തന്നെ വിഷപ്പുക പുറത്തേക്ക് വമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിയന്ത്രിക്കുകയാണ്. തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നത്. നമുക്ക് അതിനെ മുന്നോട്ട് പോകും. തുടർച്ചയായി വെള്ളം അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും ആ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ്. വലിയ തീപിടുത്തമാണ് കൊച്ചിയിലുണ്ടായത്. ഈ വൈകി വന്ന പ്രേക്ഷകർക്കായി ഇതിപ്പോ പുലർച്ചെ 2:30 ഈ തീപിടുത്തം ഉണ്ടായത് മനസ്സിലാക്കുന്നു. വൈകി വന്ന പ്രേക്ഷകർക്കായി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, കൃത്യമായി എവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായ ലൊക്കേഷൻ, ഒപ്പം തന്നെ ഇത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങൾ കൂടി പറയൂ, ഇപ്പോഴത്തെ അവസ്ഥയും. നിലവിൽ സൗത്ത് മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ 2.5 മണിക്കൂറാണ് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഗതാഗതവും തടഞ്ഞിരുന്നത്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സൗത്ത് മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. കാരണം രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ചെറുവാഹനങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ കടത്തിവിട്ടേക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ചെറുവാഹനങ്ങൾ മാത്രം സൗത്ത് മേൽപ്പാലത്തിലൂടെ അടിയന്തര ഘട്ടങ്ങളിൽ കടത്തിവിടും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഏതായാലും മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെയുള്ളത്. അതാണ് ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റ് റോഡുകളിലും ഗതാഗതം നിയന്ത്രിച്ചിട്ടില്ല. പക്ഷേ സൗത്തിലൂടെയുള്ള ഗതാഗതം 2.5 മണിക്കൂറാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. 12-ലധികം ഗ്യാസ് സിലിണ്ടറുകളാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്. അത് എല്ലാം ആക്രിയായിട്ട് വാങ്ങിയിരുന്നതാണെങ്കിലും നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ അതിന്റെ അകത്ത് ഗ്യാസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതാണ് പൊട്ടിത്തെറിക്കിടയാക്കിയത്. നേരത്തെ കെട്ടിട ഉടമയായ പ്രായമായ ആ സ്ത്രീയും പറഞ്ഞിരുന്നത് ആ കെട്ടിടത്തിന്റെ അകത്ത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു, തൊട്ടു പിന്നാലെയാണ് തങ്ങൾ പുറത്തേക്ക് മാറിയത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും
നിലവിൽ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു ശ്യാം, ഈ കെട്ടിടത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ, അത് എത്ര നാളുകളായി ഇവിടെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്, അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എവിടെയുള്ളവരാണ്, അത്തരം വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടല്ലോ. പ്രജിൻ, ഈ കെട്ടിടം 36 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് എന്ന് കെട്ടിട ഉടമ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം അതേ കെട്ടിടത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നും കെട്ടിട ഉടമ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് സാമൂഹ്യ വിരുദ്ധരോ ആരെങ്കിലും കരുതിക്കൂട്ടിയോ ചെയ്തതാണ് എന്ന് അദ്ദേഹം നേരത്തെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും അതൊക്കെ ഇനി അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് വളരെ വേഗത്തിൽ കേരള ഫയർഫോഴ്സിന് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. പുലർച്ചെ 2:30 ഈ വിവരം ആദ്യം അറിയുന്നത് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന കെട്ടിടമുടമ രാജുവും അദ്ദേഹത്തിന്റെ മാതാവും തന്നെയാണ്. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അവർ പുറത്തേക്ക് മാറി. പണിക്കാർ ഉൾപ്പെടെയുള്ളവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. തുടർന്ന് ഗാന്ധിനഗറിൽ നിന്നും ക്ലബ് റോഡിൽ നിന്നും ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും യൂണിറ്റുകൾ ഇങ്ങോട്ട് കുതിച്ചെത്തി. 15-ലധികം ഫയർ യൂണിറ്റുകളാണ് ഇങ്ങോട്ട് എത്തിയിരുന്നത്. അവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിലാണ്. അതിനിടയിലാണ് ഈ തീ ആളിപ്പടർന്നുകയും പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്തത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ തീ നിയന്ത്രിക്കുമ്പോൾ മറുവശത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. പ്ലാസ്റ്റിക്, കത്താൻ സാധ്യതയുള്ള സാധനങ്ങൾ, ടിന്നുകൾ, കുപ്പികൾ, അങ്ങനെ തീയെ വിളിച്ചു വരുത്തുന്ന സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്ന കെട്ടിടമാണ്. ആക്രിക്കടയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം സ്വാഭാവികവുമാണ്. അത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിൽ വിഷപ്പുക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഫയർഫോഴ്സ് ആ രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചത്. കെട്ടിടത്തിന്റെ പുറകുവശത്ത് നിന്ന് ആദ്യം രക്ഷാപ്രവർത്തകർ വെള്ളം തളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. കനത്ത വിഷപ്പ് ഉയർന്നതോടുകൂടി ഫോം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതേ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തി. തുടർന്ന് വീണ്ടും മറ്റ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നു. ഏറ്റവും ഒടുവിൽ തീ നിയന്ത്രിച്ചു എന്ന് കരുതിയ ഘട്ടത്തിലാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് അകത്ത് കയറി പരിശോധിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അങ്ങനെ JCB വിളിച്ചു വരുത്തി പരിശോധിക്കുമ്പോഴാണ് അവിടെ വീണ്ടും വിഷപ്പുകയും തീയുടെയും സാന്നിധ്യം കണ്ടെത്തുന്നത്. അങ്ങനെ അങ്ങോട്ട് വീണ്ടും വെള്ളം പമ്പ് ചെയ്തു രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. JCB ഉപയോഗിച്ച് വലിയ ടിൻ ഷീറ്റുകൾ വലിച്ചു മാറ്റുകയാണ്. കാരണം തീ ഉയർന്നതോടുകൂടി പഴുത്ത മനുഷ്യന് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള പരുവത്തിലായിരുന്നു ആ ടിൻ ഷീറ്റുകൾ ഉണ്ടായിരുന്നത്. അത് JCBയുടെ സഹായത്തോടുകൂടി പൊളിച്ചു നീക്കുകയും അവിടെ വെള്ളം അടിച്ചുകൊണ്ട് തീ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ഭാഗത്തെയും ജോലികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ കനത്ത വിഷപ്പുക ഉയരുന്നുണ്ട്. ഈ പുകയിലാണ് ഇവിടെ ഉള്ള രക്ഷാപ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ നിൽക്കുന്നത്. ഏതായാലും JCB കൂടുതൽ മുന്നോട്ട് നീക്കിക്കൊണ്ട് ആ കെട്ടിടത്തിന്റെ കൂടുതൽ ഭാഗത്തേക്ക് പൊളിച്ചു നീക്കൽ നടക്കുകയാണ്. അവിടെ തീക്ക് സാധ്യതയുണ്ട്. കാരണം കനത്ത പുക തന്നെയാണ് അവിടെ നിന്ന് ഉയരുന്നത്. നേരത്തെ ഈ പ്രദേശം ആകെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുകപടലങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വലിയൊരു അനുഗ്രഹമായ മഴ എത്തിയത്. അതോടുകൂടി അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരുന്ന വിഷപ്പുകയ്ക്ക് നേരിയ ശമനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ മറുഭാഗം JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയതോടുകൂടി അവിടുത്തെ തീ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചതോടുകൂടി വീണ്ടും വിഷപ്പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആ പുകയുൾപ്പെടെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത വിഷപ്പുകയാണ് അന്തരീക്ഷത്തിലാകെ പടരുന്നത്. പുലർച്ചെ 2:30 ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് പോലും താമസിക്കാതെ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2.5 മണിക്കൂറാണ് റെയിൽ ഗതാഗതം കൊച്ചിയിൽ നിയന്ത്രിച്ചത്. കാരണം ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ നടന്നു പോകാവുന്ന ദൂരത്ത് ഏകദേശം ഒരു 3 മീറ്റർ പോലും ഇല്ലാത്ത ദൂരത്താണ് അവിടെ റെയിൽ പാളം കടന്നു പോകുന്നത്. തീ ആളിപ്പടരുകയും പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ഗ്യാസ് കുറ്റികളടക്കം പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് 2.5 മണിക്കൂർ റെയിൽ ഗതാഗതം നിയന്ത്രിച്ചത്. 12-ലധികം ഗ്യാസ് കുറ്റികളാണ് അകത്ത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് പറയുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. അത് സ്ക്രാപ്പായിട്ട് വാങ്ങിയതാണെങ്കിലും അതിനകത്ത് ഗ്യാസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ വ്യാപിച്ച അകത്തേക്ക് കടന്നു കയറിയത്. ഇത്രയും വലിയ അപകടത്തിനിടയിലാണ് അവർക്ക് ആ കെട്ടിടത്തിന്റെ അകത്ത് കയറുകയും തീ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്തത്. പുറകുവശത്തെ തീ നിയന്ത്രിച്ച് വന്നപ്പോൾ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ ഒരു 4 നില 3 നില അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ നിറയെ താമസക്കാരുണ്ടായിരുന്നു. ആ അപ്പാർട്ട്മെന്റിലുള്ള താമസക്കാരെ പൂർണ്ണമായും സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഒഴിപ്പിച്ചു. അവരെയൊക്കെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി.